പാകിസ്ഥാന്റെ പതാക ഉയർത്തുന്ന ദിവസമായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ ആഘോഷം. എന്റേത് എന്റെ രാജ്യത്തിന്റെ പതാക ഉയർത്തുന്ന ഇന്നത്തെ ദിവസമാണ്. ഞാൻ പറയട്ടെ താങ്കളൊന്ന് രാഹുൽ ഗാന്ധിയെ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളത് പറയൂ. എനിക്ക് അവസരം പറഞ്ഞതുകൊണ്ടാണ്. എന്തെങ്കിലും പറഞ്ഞിട്ടല്ല പോകുന്നത്. എനിക്ക് പൂർണ്ണ ബോധ്യമുള്ള കാര്യമാണ്. രാഹുൽ ഗാന്ധി അവിടെ വന്നില്ല എന്ന് പറഞ്ഞ് ഉടനെ ചാടി വീണ് പറയുകയാണ് ഞങ്ങൾ അവിടെ പതാക ഉയർത്തി. അതാണ് ഞാൻ ചോദിച്ചത്, പാകിസ്ഥാനിലാണോ എന്ന്. അപ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ പൂർത്തിയാക്കട്ടെ. എന്തായാലും ഇന്ന് പലതവണ മാഡം നിങ്ങൾക്ക് പറയണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, അല്ലെങ്കിൽ ഞാൻ പൂർത്തിയാക്കാൻ എന്നെ അനുവദിക്കണം. നിങ്ങൾക്ക് പറയണമെങ്കിൽ പറഞ്ഞോളൂ, പറയൂ. അല്ല, മാഡം ആണല്ലോ മോഡറേറ്റർ. തുടർച്ചയായി ഇടപെട്ട് തടസ്സപ്പെടുത്തുന്ന മാഡത്തിന് ഞാൻ ബഹുമാനത്തോടെ പറയുന്നു, പറയൂ. പാകിസ്ഥാന്റെ കാര്യമൊക്കെ പറഞ്ഞ് ഇടപെടേണ്ട സുജിയ. പ്രതിപക്ഷത്തെ ബഹുമാനമില്ലാത്ത പ്രധാനമന്ത്രി പതാക ഉയർത്തുന്നിടത്ത് പോകാൻ സ്വാതന്ത്ര്യം ഇല്ലാന്ന് ഇന്ത്യയില്. നരേന്ദ്രമോദി ഭരിക്കുന്ന സ്ഥലത്ത് സ്വാതന്ത്ര്യം ഇല്ല സുജിയ. കാര്യമില്ല. അതാണ് ഞാൻ പറയുന്നത്. പ്രതിപക്ഷ നേതാവായി എനിക്ക് നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിൽ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആൻഡ്രൂ അഗസ്റ്റിൻ സാറിന് അല്ല. താങ്കളുടെ വിഷയം താങ്കളത് തെളിയിക്കണം. താങ്കളത് തെളിയിക്കണം. ആൻഡ്രൂ അഗസ്റ്റിൻ താങ്കൾ തെളിയിക്കണം. താങ്കളത് തെളിയിക്കണം. ശരി, നിങ്ങളൊക്കെ പറയണേ.